നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങളും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ആത്മീയത്തിലൂടെ പറയാൻ പോകുന്നത്. ഇന്ന് നമുക്ക് അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ സൗന്ദര്യമുള്ളവരായിരിക്കും, ആരോഗ്യവാന്മാരുമായിരിക്കും. എല്ലാ കാര്യത്തിലും അറിവും ഓർമ്മശക്തിയും ഇവർക്കുണ്ടായിരിക്കും. ഇവർക്ക് വിശാലമായ കണ്ണുകളും വിസ്താരമുള്ള നെറ്റിയും ഉയർന്ന നാസികയും ഗംഭീരമായ ഭാവവും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാ കാര്യത്തിലും ആലോചിച്ച് സാവധാനം ഇടപെടുന്നവരാണ് ഇവർ. സ്വഭാവത്തിൽ വളരെ ശാന്തരാണ്, എങ്കിലും ആർക്കും പിടികൊടുക്കാതെ കാര്യം നേടുവാനുള്ളൊരു സാമർഥ്യവും ഇവർക്കുണ്ട്. ആരോടും വഴങ്ങാത്തൊരു മനസ്സും നിഷേധാർഢ്യതയും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം ഈ മാസങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാരിലാണ് ഈ പറയുന്ന സ്വഭാവങ്ങളെല്ലാം കാണുന്നത്. ഇവരിൽ ദൃഢമായ ഈശ്വരവിശ്വാസം കാണപ്പെടുന്നുണ്ട്. ഇവർക്ക് ഭയങ്കര ബുദ്ധിയാണ്. ബുദ്ധിജീവികളായ ഇവർ ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് മനസ്സുഖം കളയുന്നു. അശ്വതി നക്ഷത്രത്താൽ കുടുംബാംഗങ്ങളുടെ വെറുപ്പിനോ വിദ്വേഷത്തിനോ കാരണമാവാറുണ്ട്. പിതാവിൽ നിന്നുള്ള ഒരു ഗുണവും ഇവർക്ക് കിട്ടാറില്ല. ഇവർ വളരെ അഭിമാനികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഇവർക്ക് ചിലവ് കൂടുതലായിരിക്കും. ഇവർ നല്ല ആണെന്ന് തോന്നും. പക്ഷേ അർശസ്, വാതരോഗം, മൂത്രാശയരോഗം, ഹൃദ്രോഗം ഇതിലേതെങ്കിലും ഇവരെ വിട്ടുമാറാതെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. ഔഷധങ്ങളേക്കാൾ ആത്മീയ നിയന്ത്രണം കൊണ്ട് ഇവർ അസുഖം ഭേദമാക്കാൻ നോക്കും. ദിനചര്യകളെ കൊണ്ടും രോഗശമനം വരുത്താമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖപ്രദമായിരിക്കുകയില്ല, അത്ര തന്നെ തൃപ്തികരമല്ല. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗ്രഹനിലയിൽ ശുക്രനും രാഹുവും അനിഷ്ടഭാവങ്ങളിൽ വന്നാൽ അവർക്ക് ഭാര്യാമരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചൊവ്വയാണ് അപ്രകാരം നിൽക്കുന്നതെങ്കിൽ ഭാര്യയുടെ അനാരോഗ്യം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. ബുധനോ ശനിയോ വന്നാൽ എന്താ സംഭവിക്കുക? വിവാഹത്തിന് താമസം നേരിടും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട് കേട്ടോ. ഈശ്വര വിശ്വാസികളായിരിക്കും ഇവർ. കടുത്ത മതബോധം ഇവരിലുണ്ടായിരിക്കും. പക്ഷേ ഇവരുടെ ഹൃദയം ലളിതമായതായിരിക്കും. എന്നാൽ എല്ലാം സഹിക്കാനുള്ള കഴിവൊന്നും ഇവർക്കില്ല. ഭർത്താവിനെ നന്നായി പരിചരിക്കുന്നവരാണിവർ. കുടുംബഭരണത്തിൽ കഴിവുള്ളവരായിരിക്കും. പക്ഷേ കുറച്ച് ശാഠ്യം കൂടുതലാണെന്നേ ഉള്ളൂ. എങ്കിലും ഇവർ ഐശ്വര്യവതികളായിരിക്കും. അശ്വതി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ കേതുവാണ്. ഇവർക്ക് ചില പ്രത്യേക പ്രതികൂല നക്ഷത്രങ്ങളുണ്ട്. അശ്വതി നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെ നോക്കുക: കാർത്തിക, മകീരം, പുണർദം, വിശാഖം, നാലാം പാദം, അനിഴം, തൃക്കേട്ട. ഇതെല്ലാം ഇവരുടെ പ്രതികൂല നക്ഷത്രക്കാരാണ്. ഇനി എന്തെല്ലാമാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെന്ന് നോക്കുക. സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് അശുഭമാണ്. അശ്വതി, മകം, മൂലം ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രദർശനം ഉത്തമമായിരിക്കും. ഗണപതിയെ ഭജിക്കുന്നത് അത്യുത്തമമാണ്. ജന്മനക്ഷത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ്. വിനായക ചതുർത്ഥിക്ക് ഉപവാസം എടുക്കുക നല്ല കാര്യമാണ്. രാശ്യാധിപൻ കുജനാണ്. അതുകൊണ്ട് തന്നെ കുജനെ പ്രീതിപ്പെടുത്തുന്നതും വളരെ നല്ലതായിരിക്കും. ചൊവ്വയും അശ്വതിയും വരുന്ന ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ഭജനം, ഭദ്രകാളി ഭജനം ഇവ വളരെ നല്ല കാര്യങ്ങളാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത അശ്വിനി ദേവകളാണ്. അശ്വിനി ദേവകൾക്കൊരു മന്ത്രമുണ്ട്. ഈ മന്ത്രം അതിരാവിലെ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ശുചിത്വത്തോടു കൂടി ചൊല്ലുന്നത് ഗ്രഹത്തിന് വളരെ നല്ലതാണ്. മന്ത്രം ഇതാണ്: ഓം അശിനാം തേജസാം ചക്ഷു പ്രാണേന സരസ്വതി വീര്യം വാചേന്ദ്ര ബാലേന്ദ്രായ ദ്വതുരീന്ദ്രിയം ഓം അശ്വനി കുമാരാഭ്യാം നമഃ. ഇത് കഴിയുന്നതും എല്ലാ ദിവസവും രാവിലെ ചൊല്ലാൻ നോക്കുക അശ്വതി നക്ഷത്രക്കാർ. അശ്വതി നക്ഷത്രത്തിൻ്റെ മൃഗം കുതിരയാണ്. വൃഷം കാഞ്ഞിരം. ഈ നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ടതാണ്. ഇവർക്ക് പുരുഷയോനി ആയിരിക്കും ഉണ്ടാകുക. നക്ഷത്രം
അശ്വതി നക്ഷത്രത്തിൻ്റെ പക്ഷിയാണ് പുള്ള്. ഭൂതം ഭൂമിയാണ്. അശ്വതി നക്ഷത്രത്തിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോ കാണുക. അടുത്ത ദിവസം ഭരണി നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. ഓക്കെ.